കൃപയുടെ അമ്മൂസിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ കഥ പറച്ചില് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഒരു മലൈതാനി ഗുരുവിനെ വന്നോ. അമ്മൂസിന് അടുത്ത പ്രോഗ്രാം സീതയായിട്ടാണ്. മറ്റേ പ്രച്ഛന്ന വേഷത്തിനെ റെഡി കൃപ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് യോഗക്ഷേമ സഭയുടെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ കുട്ടികളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അമ്മൂസുണ്ട്. അപ്പൂസിന് ഇന്നലെ ആയിരുന്നു. ഹലോ, ഹായ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? വി ഫോർ വെറൈറ്റി വൈബ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഇരുമുടി താങ്കി ഒരു മലൈതാനി ഗുരുവിനെ വന്നോ. യമനയും വെല്ലും തിരുമടിயை കാഴ വന്നോ. പള്ളിക്കട്ട് കല്ലും മുള്ളും സ്വാമിയേ സ്വാമി ശരണം. പള്ളിക്കട്ട് കല്ലും മുള്ളും സ്വാമിയേ സ്വാമി സ്വാമി ശരണം അയ്യപ്പ. ശരണം ശരണം അയ്യപ്പ. സ്വാമി ശരണം അയ്യപ്പ. ശരണം ശരണം അയ്യപ്പ. സ്വാമി ശരണം അയ്യപ്പ. ശരണം ശരണം അയ്യപ്പ. സ്വാമി ശരണം അയ്യപ്പ. ഞങ്ങളെ യോഗക്ഷേമ സഭയുടെ പ്രോഗ്രാം ഉണ്ട്. അതിനാണ് പോയിക്കൊണ്ടിരിക്കണേ. ശബരിമലയ്ക്ക് ഫെബ്രുവരി പോണേ. ഇവര് ചുമ്മാ ഒന്ന് പാടിയതാ. യോഗക്ഷേമ സഭയുടെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ കുട്ടികളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അമ്മൂസുണ്ട്. അപ്പൂസിന് ഇന്നലെ ആയിരുന്നു, അതെടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഇതൊരു വ്ളോഗാക്കാന്ന് വിചാരിച്ചു. അതിന്റെ ഇതൊക്കെ കളക്ട് ചെയ്തു. രജിസ്ട്രേഷൻ ഫോം ഒക്കെ നമുക്ക് മുകളിലേക്ക് പോകണം. ഇത് ശാന്തി നികേതൻ സ്കൂളില് ഇരിങ്ങാലക്കുടയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അമ്മ എത്തിയിട്ടുണ്ട്. കൃപയുടെ അച്ഛൻ്റെ അനിയന്റെ മോള് കണ്ടിട്ടില്ലേ വീഡിയോയിൽ എല്ലാരും? അവളും വന്നിട്ടുണ്ട്. വെള്ളം വേണോ? കൃപ, അമ്മൂസ് എന്തൊക്കെ ചെയ്തിട്ടുള്ള? അമ്മൂസ് ഇപ്പൊ ഫസ്റ്റ് കഥ പറയല് മലയാളം, അത് കഴിഞ്ഞ് പിന്നെ ആക്ഷൻ സോങ് ഉണ്ട്, പിന്നെ ഫാൻസി ഡ്രസ്. 3 ഐറ്റം. ഇന്നലെ ധ്രുവിന്റെ ഉണ്ടായിരുന്നു പ്രോഗ്രാം. പക്ഷെ അതിന് ഞാൻ വന്നിരുന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവന് ഒരു സെക്കൻഡ് പ്രൈസും പിന്നെ ഒരു തേർഡ് പ്രൈസും ഉണ്ടാവില്ല. കൃപയുടെ അമ്മൂസിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ കഥ പറച്ചില് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അമ്മൂസേ അമ്മൂസേ അമ്മൂസ അടിപൊളിയായിട്ട് പറയോ? സൂപ്പറായിട്ട് പറയോ? ഇതൊക്കെ അടിച്ചു പൊളിച്ച് പറയാനുണ്ട് അമ്മൂസേ. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ ഇടയ്ക്ക് ഫോക്കസ് ചെയ്യണം. ചെലവ് ചെയ്യണം കേട്ടോ, അല്ലെ? ഫോക്കസ് ചെയ്യണോണ്ട് ഇടയ്ക്ക്. കൃപ കാര്യമായിട്ട് അവിടെ അമ്മൂസിനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ പ്രോഗ്രാം ഓരോ സെക്ഷൻ, അവിടെ ഒരു സ്റ്റേജ്, കുറേ സ്ഥലത്ത് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ അത് അവിടെ എവിടെയും വെച്ചിട്ട് ഓരോ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. പ്രോഗ്രാംസ് നടക്കുന്നത് ഓരോ സ്റ്റേജിൽ വെച്ചിട്ടാണ്. അമ്മൂസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. കൃപ അമ്മൂസൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അമ്മൂസിന്റെ ചെസ്റ്റ് നമ്പർ 30 സംതിങ് അറിയില്ല. അതോട് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇതാണ് രാമൻ. അപ്പുറത്ത് കൃഷ്ണപ്രസാദ് നിൽക്കുന്നുണ്ട്. രാമൻ കൃപയുടെ അച്ചോളുടെ മകനാണ്. ഇത് വീണയുടെ എഴുത്തിനെ മാനേജ് ചെയ്തതാണ് കൃഷ്ണപ്രസാദ്. അല്ല, നിങ്ങൾ എന്തിനോട് നിനക്ക് പ്രോഗ്രാം ഒന്നുമില്ലേ? നിന്റെ പ്രോഗ്രാം ഒന്നുമില്ല? പ്രായം കഴിഞ്ഞില്ലേ? ശ്രീപ്രിയ അവിടെ രാമന്റെ കുട്ടീനെ ഉറക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ സക്സസ്ഫുള്ളി അമ്മു മറ്റേ രാമന്റെ കുട്ടീനെ ഉറക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മള് വിചാരിച്ച മാതിരില്ല, നല്ല കഴിവുണ്ടോളക്ക്. ഇത് കണ്ട വീണ മറ്റേ കൈകുട്ടികളുണ്ട് വീണ വയ്ക്കുക. അതിനുവേണ്ടി റെഡി ആയിട്ട് അവിടെ നിൽക്കുക. എന്താ പിന്നെ ഞാൻ എടുക്കും. എന്നോട് പറയണേ ഫാൻസി ഡ്രസ്സിന്റെ വീഡിയോ പാടില്ല. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കുന്നു.
എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. ഒരമ്മ കോഴിയും 4 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഒരു ദിവസം അമ്മ കോഴി കുഞ്ഞുങ്ങളെ അമ്മ കോഴി ഭക്ഷണം ചെയ്തിട്ട് വരാം. നിങ്ങൾ കൂട്ടിനകത്ത് തന്നിരിക്കണം, പുറത്തേക്കൊന്ന് പോകരുത്. അപ്പോ കുഞ്ഞിന് പറഞ്ഞു, ശരി അമ്മേ, ഞങ്ങൾ പുറത്തേക്കൊന്നും പോകില്ല, കൂട്ടിനകത്ത് തന്നെ ഇരുന്നോളാം. അപ്പോ അമ്മ പോയി ഭക്ഷണം കഴിക്കാൻ പോയി. ആ സമയം കുഞ്ഞുങ്ങള് എന്ത് ചെയ്തു? പതുക്കെ 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 പുറത്തോട്ട് കളിക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഒരു വലിയ പരുന്ത് പറന്ന് 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 കുഞ്ഞിക്കോഴി അടിഞ്ഞു വന്നു. അപ്പോ കുഞ്ഞിക്കോഴി വല്ലാതെ പേടിച്ചു. അത് കണ്ടപ്പോൾ അമ്മ കോഴി ഓടി വന്ന് കുഞ്ഞിനെ തന്നെ ചരടിപ്പിച്ചു. എന്ത് ചെയ്തു? അമ്മ കോഴി ഓടി വന്ന് കുഞ്ഞിനെ തന്നെ ചരടിപ്പിച്ചു. എന്നിട്ട് അമ്മ കോഴി കുഞ്ഞിനെ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ പുറത്തോട്ട് അപ്പൊ കുഞ്ഞി പറഞ്ഞു, ക്ഷമിക്കണമേ, ഞങ്ങൾ അമ്മ പറഞ്ഞതൊക്കെ ചെയ്തുകൊള്ളാം. ഈ കഥയുടെ സാരാംശം നാം നമ്മുടെ അച്ഛനും അമ്മയും ഗുരുക്കന്മാരും പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും വേണം. നന്ദി. അമ്മൂസിന് അടുത്ത പ്രോഗ്രാം സീതയായിട്ടാണ്. മറ്റേ പ്രച്ഛന്ന വേഷത്തിനെ റെഡി കൃപ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ അവിടെ ഇരിക്കുന്നുണ്ട്. വീണയ്ക്ക് തിരുവാതിരക്കളി ഉണ്ട്. അമ്മൂസെ ഉഷാറാക്കില്ലേ? അടിപൊളിയാക്കോ അമ്മു? അമ്മൂസ് സീതയുടെ വേഷമാണ് കേട്ടത്. അപ്പോൾ ഇവിടെ രാമനെ കണ്ടു. അമ്മൂസിന്റെ ചെസ് നമ്പർ എത്രയാ? 58. എത്ര കഴിഞ്ഞത്? അമ്മൂസ് റെഡി ചെയ്യോ? അമ്മൂസ് റെഡിയാണോ? അമ്മു റെഡിയാണോ? അമ്മൂസ് അവിടെ റെഡി ആയി. സീതേൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് അമ്മൂസിന് ആക്ഷൻ സോങ് കൂടി ഉണ്ട്. അടുത്തത് അമ്മൂസിൻ്റെയാണ് പ്രോഗ്രാം. നമ്പർ 58. അവിടെ നല്ല കൈകൊട്ടികളിയൊക്കെ നടക്കുന്നുണ്ട്. വീണയുടെയൊക്കെ കൈകൊട്ടികളി ഉണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. വീണയൊക്കെ റെഡി ആയിട്ട് നിൽക്കണം. വീണയുടെയൊക്കെ കൈകൊട്ടികളി ഉണ്ട്. അടുത്തത് എപ്പോഴാണെന്നറിയില്ല, അടുത്തതാണോന്ന് അറിയില്ല. ധ്രുവിനേൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ചോണ്ട് കഴിക്കുക. കൃപയുടെ അച്ചോളുടെ മകളുടെ കുട്ടിയാണ് ഇനി പാടുന്നത്.
അടുത്തത് അമ്മൂസിൻ്റെ കേട്ടോ പാട്ട്, ആക്ഷൻ സോങ്ങാണ്. ഇനി അമ്മണിയുടെ പുഞ്ചിരി മത്സരമാണ്. അവൾ ആ സ്റ്റേജിൽ കയറി. മണിക്കുട്ടി പുഞ്ചിരിച്ചൊന്നുമില്ല, പക്ഷെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാനും കൂട്ടാക്കണില്ല ആള്. ഇവിടെ നല്ല പാട്ടുപാടികൾ നടക്കുന്നുണ്ട്. അമ്മൂസിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അമ്മൂസ് ശരിക്കും ടയേർഡായി. അമ്മൂസ് എങ്ങനെയൊക്കെ അവള് ശരിക്കും ടയേർഡായിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഉറക്കമൊക്കെ വന്നു. ലാസ്റ്റത്തെ പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഉറക്കം വന്നിട്ട് അവൾ ചെയ്ത്. ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭയങ്കര വിശപ്പുണ്ട്. അപ്പം ഇവിടെ തന്നെ ഭക്ഷണം ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോവാം. വീണയുടെ ഗ്രൂപ്പ് ഡാൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ശൂലം പിടിച്ച് നിൽക്കുന്നതാണ് വീണ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകാം കേട്ടോ. അമ്മൂസിനൊക്കെ ഭയങ്കരമായിട്ട് വിശന്നു. അമ്മൂസ് വാ. വിശന്നിട്ട് ഒരു രക്ഷയില്ല കൃപയ്ക്ക്. അപ്പോൾ ഇതാണ് അതേ അവിടെ വീണ കൈ കൊണ്ട് എണിക്കുന്നുണ്ട്. അതായത് അമ്മൂൻ്റെയൊക്കെ ഭക്ഷണം കഴിഞ്ഞു. വീണ അവിടെ ഇരിക്കുന്നുണ്ട്. അതേ വീണ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ വിശന്ന് കുടൽ കരിയാണ്. അതൊക്കെ ഫുഡ് അടിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇതാ ഇവിടെ വ്ളോഗ് വരുന്നു. എന്നാൽ പിന്നെ അവിടെ തന്നെ എടുക്കണല്ലോ. ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. അവരെല്ലാവരും ഇരുന്ന് കഴിക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ സൈഡിലെത്തി. ഇനി അടുത്തത് ഭക്ഷണം, ഫുഡ് കഴിക്കുക. നല്ല വിശപ്പുണ്ട് എല്ലാവരും. അമ്മൂസിന് ഭക്ഷണം കഴിച്ചപ്പോഴേക്കും എനർജി കൂടി. അതേ കൃപയ്ക്കും അതെ ഭക്ഷണം കഴിച്ചപ്പോൾ നല്ല എനർജി തോന്നുന്നുണ്ട് കേട്ടോ. ഇതുവരെ എപ്പോൾ കിടക്കും ഉറങ്ങും പറയായിരുന്നു. എവളാണ് അമ്മുവാണെങ്കിൽ ഭക്ഷണം കഴിച്ച് ഇവിടെ ഒരു പകുതി ഉറക്കത്തിലാണ്. നല്ല ഫുഡായിരുന്നു. സാമ്പാറുണ്ടായിരുന്നു, മുതിര സാമ്പാർ, ചോറ്, പപ്പടം ഇട്ടത്. അങ്ങനെ യോഗക്ഷേമ സഭയുടെ പരിപാടികൾ കഴിഞ്ഞു. അമ്മൂസ് 3 ഐറ്റത്തിന് പങ്കെടുത്തിരുന്നു. അതിൽ ഫാൻസി ഡ്രസ്സിന് അമ്മൂസിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 1 A ഗ്രേഡും കിട്ടിയിട്ടുണ്ട്. 3ാമത്തേൻ്റെ റിസൾട്ട് വന്നിട്ടില്ല.
എന്താ വേണ്ടേ? ഐസ്ക്രീമോ? മേടിച്ചു തരാം കേട്ടോ. എത്ര എണ്ണം വേണം? ഒരെണ്ണം മതിയോ? മേടിച്ചു തരാം കേട്ടോ. അമ്മൂസിന് ഭക്ഷണം ഇഷ്ടപ്പെട്ടു? അമ്മൂസേ ഭക്ഷണം ഇഷ്ടപ്പെട്ടുവോ? ഇഷ്ടല്ലേ? അപ്പം എന്താ വിശപ്പ് മാറിയില്ലേ? നല്ലൊരു ഉണ്ടായിരുന്നു. അപ്പം ഇനി എന്താ മേടിക്കണ്ടേ? ഐസ്ക്രീമോ? മേടിച്ചു തരാം കേട്ടോ. ഒരു കുട്ടി തെറ്റേ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വീണയുടെ ടീമിൻ്റെ തിരുവാതിരക്കളിയാണ്. മുസ് ഫാൻസി ഡ്രസ്സിന് ഫസ്റ്റ് മേടിച്ചില്ലേ? ഗുഡ് ഗേൾ. ശരിക്കും പറയുകയാണെങ്കിൽ 90 കിഡ്സ് ഉണ്ടായിരുന്നു പാർട്ടിസിപ്പൻസ്. അതിൽ അമ്മൂസിന് ഫസ്റ്റ് കിട്ടി ഫാൻസി ഡ്രസ്സിന്. പിന്നെ ആക്ഷൻ സോങ്ങിനും കഥ പറച്ചിലിനും അമ്മൂസിന് എ ഗ്രേഡ് കിട്ടി. അപ്പൂസിനും അമ്മൂസിനും എന്തായാലും പ്രൈസ് ഉണ്ട്. അമ്മൂസിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ട്, അതേപോലെ അപ്പൂസിന് സെക്കൻഡ് തേർഡും ഉണ്ട്. അവർക്ക് സമാന പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ടയേർഡായി. വരുന്ന വഴിക്ക് ഒരു ജ്യൂസ് കഴിക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ഷോപ്പിൽ കയറി. അപ്പൊ ഇതൊക്കെയാണ് ഈ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പൊ എന്താ ചെയ്യണ്ടേ മുസേ? എല്ലാവരും ഞങ്ങൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മൂസ് പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യണേ. താങ്ക് യു. ബൈ.